എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മളൊരു ഓഫ് ടിയറിൻ്റെ ട്രാക്കിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിന്നുള്ളത് CMMC റോഡാണ്. ഞാൻ നേരത്തെ പല വീഡിയോസിനായി പറഞ്ഞിട്ടുണ്ട് CMMC എന്താണെന്നും CMMCയുടെ എന്ത് ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരോടാണ് നമുക്ക് ഏകദേശം 7 ബൈക്കിനടുത്തുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഓഫ് റോഡ് അടിക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പല ഡിഫറെൻറ്റ് ബൈക്സുകളുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അമിത് ബ്രോ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്കത്ര ഡീറ്റെയിൽഡ് അറിയത്തില്ല. അമിത് ബ്രോ, നമ്മുടെ ഉള്ള വണ്ടികളൊക്കെ ഏതൊക്കെയാണ്? ഇത് രണ്ട് ശരിക്കും മോട്ടോർ ക്രോസ് വണ്ടികളാണ്, 4 സ്ട്രോക്ക്. അത് റോഡ് ലീഗലല്ല, മെയിൻലി ഫോർ ഓഫ് റോഡ്. ഇതിനകത്തുള്ള ഒരു വണ്ടി പോലും റോഡ് ലീഗൽ, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ബാക്കിയെല്ലാം എന്താ പറയുക, ട്രെയിൽ ലീഗൽ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും 4 സ്ട്രോക്ക് ആണ്. ഇത് യമഹയുടെ 250 FX, ഇത് ഹോണ്ടയുടെ 250 RX. ശരിക്കും ഇതാണ് ഉള്ളത് ഏറ്റവും പവർഫുൾ രണ്ട് മോട്ടോറുള്ള ഇതിനകത്താണ് ഇരിക്കുന്നത്. RX വന്നിട്ട് ബിനോയ് ചേട്ടൻ്റെയാണ്, FX വന്നിട്ട് സിബിം ബ്രോയുടെയാണ്. സിബിം ബ്രോ ഏതാണ് മോഡല്? YC 250 FX 4 സ്ട്രോക്ക് ആണ്. ബിനോയ് ചേട്ടൻ്റെ ആണല്ലേ? ഓക്കെ. എത്ര നാൾ നിങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തിട്ട് ഓരോരുത്തർ? കഴിഞ്ഞ സീസൺ തൊട്ട് ഓടിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഡേ. സിബിം ബ്രോ ഇത് നമ്മുടെ അജുൽ ബ്രോയുടെ വണ്ടിയാണ്. ഇത് YZ 125 അതും 2 സ്ട്രോക്ക് ആണ്. ഇത് അതിൻ്റെ തന്നെ 250 തന്നെ. ഇത് YZ 250X എന്ന് പറഞ്ഞാൽ പിന്നെ 250 എന്നൊരു വേരിയൻ്റ് ഉണ്ട്, എക്സും ഉണ്ട്. ഇത് X ആണത്. പിന്നെ അശ്വിൻ ചേട്ടൻ വണ്ടി, ഇത് അശ്വിൻ ചേട്ടൻ്റെ KTM 250 XCW ആണ്. ഇത് നമ്മുടെ YC 125X തന്നെയാണ്. ഇത് ലിജോയുടെ വണ്ടിയാണിത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി റൈഡ് ചെയ്യാം. ലെറ്റ്സ് ഗോ.
3 ഗ്യാപ്പിലാണോ? ആ മറ്റേ മുകളിൽ അത് സ്റ്റക്കായി വണ്ടി. ആരാ? എൻ്റെ ഇത് ഞാൻ വന്നു. പോയി നോക്കാം. ഞാൻ കുറച്ച് ആടാം. ഞാൻ പോയിട്ട് വരാം. ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്തോരം ഗ്യാപ്പിലാ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോയി നോക്കട്ടെ വെയിറ്റ് ചെയ്യും. മസിൽ കയറിയ ഞങ്ങൾ എവിടെ ഉണ്ടോ അതിലേ പ്രഥമ ശുശ്രൂഷ. ഇത് പോളി മൂടല്ലേ? പോളി റൂട്ടത് റൂട്ടാ. പക്ഷെ ഇവിടെ വെച്ച് മസിൽ കാലം എനിക്കാണ് ബൈക്കിൽ ഗിയർ വീഴുന്നുണ്ടോ എല്ലാം ഓക്കെ. മസിൽ പിടിച്ച് കാലിവിടെ കുത്തോക്കി അതേപോലെ 250 കൊടുക്കുന്ന പവറാ. ഭയങ്കര പവർ. എൻ്റെത് സെക്കൻഡിലോ ഫസ്റ്റിലോ കയറുന്നത് തേർഡിലോ കയറി പോകുന്നു. സ്പീഡ് കിട്ടുന്നു. ഞാൻ തേർഡ് സെക്കൻഡ് എല്ലാം പോയിട്ടുണ്ട്. എൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് കിട്ടാത്ത ഫ്രണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെ പോകും. മറ്റേതാക്കി റെഡി വരുമായിരുന്നു. എന്നെ കാണിക്കുമ്പോൾ റിയൽ അഡ്രസ് പിഞ്ഞോന്ന് എഴുതി കാണിക്കും. സ്പോൺസർഷിപ്പ് നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് മേരിപ്പ അവിടെ പറഞ്ഞത്? ഓക്കെ ആണാടാ നീ? ഇനി ഒരു 5 കിലോമീറ്ററോ ഓരോരുത്തർമാർ ഓരോ സ്ഥലത്തേക്ക്. നീ എടുക്കെടുക്ക് തിരിക്കണ്ടേ? നീ എങ്ങനെ സിംഗിൾ ട്രാക്ക് പിന്നെ കയറി വന്നത്? മലർമാരെ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ പിന്നെ നമ്മൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ലേ? പിന്നെ ചത്തോന്നറിയില്ല. കൂമ്പേ ഞങ്ങൾ തന്നെ തിരിച്ചു നോക്കുന്നത്. കൂയിക്കൂടെ അവരോടുണ്ട്. അവൻ മസിൽ കയറി. ലിജോ ആണോ? ഓ നിങ്ങൾ കൂവി അതിനാണോ? ഞാൻ ഓർത്ത് അവരെ ഇതാക്കാൻ വേണ്ടി നമ്മൾ വെറുതെ കൂവി ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേണ്ട. ഞങ്ങൾ കേട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇത്രയും മരങ്ങൾ കിട്ടണോണ്ടേ കൂവലൊന്നും കൂടി വരത്തില്ല. കാരണം അവർക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ അറിയത്തില്ലല്ലോ. അല്ലെ പേര് വിളിച്ചാ പോരെ. ഞാൻ വിളിച്ചല്ലോ അതില് അതുപോലെ മൂട് വഴി. അത് അതാണ് പോയത് ഷിറ്റ് വഴിയായിരുന്നു. ഇത് ആ മണ്ണും വെറൈറ്റി ഉണ്ട്. 3 പേരുടെ പൊടി തിന്നുമ്പോൾ ഒരു മൂടുണ്ടല്ലോ. ഞാനേ മറ്റേ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കുറച്ചു നേരം മുമ്പിൽ കയറ്റി വിട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോയി. അതായത് ഇവരോട് കയറിപ്പോളവർ ഇടയ്ക്ക് ഓഫായി പോയതല്ല. ശരി, ഓഫായി പോയി. വണ്ടി ന്യൂട്രൽ വീണ് പോയി. ഞാൻ ഇടയ്ക്ക് കയറി കാല് കുത്തുന്നു. കാലെടുക്കാൻ പറ്റത്തില്ല. ബൂട്ടിനെ കൊണ്ട് കീറിയിരിക്കുക. നിർത്തി വളക്കൂലേ അതിനോട്ട് കാലുകൊണ്ട് കുത്താൻ വേണ്ടി കാലുവെക്കില്ല സാധനം പറഞ്ഞു. അത് മറ്റേ മോനകൂല കുത്തി കയറായി പോയി. അത് കട്ട ഡേട്ടിൽ ഓടിക്കാനേ പറ്റും. ഫയലെടുത്തിട്ട് അങ്ങോട്ട് പോയിന്റ് ചെയ്ത് ഉരുട്ടി കളയണത്. ഓക്കെയാണോ? അശ്വിനോട് താഴെപ്പുണ്ട്. ഞാൻ പറഞ്ഞു പോയി തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഞാൻ സ്വറ്റായിട്ട് ഇത് കിണ്ണുണ്ടാക്കാനോ
ഇത് മാറിയെന്നോ ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല മാർഗം മറിയോ അയ്യോ മാർഗടാ അടിച്ച് കയറി വേണം മക്കളെ കയറി വാങ്ങട് കയറൂലേ അറിയോ ആറ് തരൂ ഈ സൈഡിൽ കയറി പോന്നേ ഇതിലേം കയറിയാണ് കണ്ടന്റ് കിട്ടുന്നുണ്ട് അവന്റെ ഗോപ്പർ ഉണ്ടല്ലോ അവന്റെ ഒരു എടാ റീലോളി റെയിൽവേ ഡ്രസ് ബിഞ്ഞോന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്താ പേരിട്ടറിഞ്ഞ ഏത് കാട്ടിലും മൂലയിലും എത്തിപ്പെടാൻ നിങ്ങൾക്ക് 40 ഏക്കർ സ്ഥലവും മറ്റേ ദുബായ് സ്റ്റൈൽ ഇട്ടാലോ നിങ്ങൾക്ക് 40 ഏക്കർ സ്ഥലവും 500 ഏക്കർ ബംഗ്ലാവും വേണം നിങ്ങളെ കൂട്ടുകാരോട് പറ കോടികളുള്ളത് നിങ്ങളെ കൂട്ടുകാരുടെ അടുത്ത് പറ പോ വിനോദനൊക്കെ മോൻ എന്റെ വണ്ടി തന്നെ തന്നെ പോകുന്നു പറഞ്ഞു നിങ്ങളത് പടച്ചോനെ പോവാം പരിക്ക് മസിൽ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് എനിക്ക് അറിയാൻ ഒരു അരമണിക്കൂർ അവിടെ നിൽക്കുന്നു ലിഹോയ്ക്ക് കാലിൽ മസിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡായി എൻ്റെ അമ്മോ നമുക്കൊരു ബ്രേക്ക് എടുക്കുകയാണ് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് യമഹയുടെ 125 ആണ് ഓടിച്ചത് കഴിഞ്ഞ വർഷം ഇത് തന്നെയാണ് ഓടിച്ചത് എനിക്ക് പ്രിഫറബിളി എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് കൈ വഴങ്ങുന്നത് 125 ആണ് എപ്പോഴും തോന്നുന്നുണ്ട് 250 ഭയങ്കര പവറാണ് അതുപോലെ ഭയങ്കര ടോളുമാണ് എൻ്റെ ഹൈറ്റിനും എനിക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നത് 125 ആണ് അപ്പം ഇറ്റ് വാസ് ഗുഡ് ഷൂ എന്തായാലും ബ്രേക്കിനാണ് ഷൂ പുത്തൻ ബ്രേക്കാണ്ട് ഞാൻ ഇതെടുത്തിട്ട് എനിക്ക് ആൽഫ്രഡ് എടുത്തിട്ട് എനിക്ക് കംഫർട്ട് ആയില്ല ഇതാണ് എനിക്ക് പറ്റാണ്ട് തോന്നുന്നത് ഇതിൻ്റെ ഫോക്സിൻ്റെ അല്ലേ അല്ല ലിയറ്റിൻ്റെ ഇതൊന്നും ഇതിപ്പം ബ്രേക്ക് എവിടെ നേരെ ബ്രേക്കിലോട്ട് കാലെടുത്ത് വെക്കും ബ്രേക്കിലോട്ട് കാലെടുത്ത് വെക്കും അപ്പം അടിച്ചു കൊണ്ടിരിക്കുക പുള്ളി ഡിസ്കൗണ്ട് ഉള്ള അടിപൊളി സാധനമായിട്ട് പുള്ളി പൊളിച്ചിട്ടോ കലക്കി ഒഴിക്കുന്നോ ടൂറ്റി ഓയിൽ മിക്സ് ചെയ്തു അല്ലേ ഞാൻ റിസർവ് നോക്കിയില്ല
ഞാൻ വന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ആ വളവിൽ നടന്ന് ആറ് നിർത്തിയിട്ടേക്കുന്ന വണ്ടി ജിബിൻ. ജാക്കി നിങ്ങൾക്ക് മുമ്പിൽ പോണോ? ഞാൻ വിചാരിച്ചു നീ ഒന്ന് ഇടിക്കാൻ തുടങ്ങിയത് ഇടയ്ക്ക് വെച്ച് എവിടെ ഭയങ്കര അടുത്ത് വന്നായിരുന്നു നീ. ഞാൻ അടുത്താണ് നിങ്ങളുടെ ഒപ്പം നിൽക്കണം. നിങ്ങൾ എന്നെ ഓർത്ത് പേടിക്കല്ലേ, കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പുറകെ തന്നെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. അല്ല നിനക്ക് പോണെങ്കിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. കാലത്ത് ഓക്കെ അങ്ങനെ തന്നെ പോട്ടെ. വേണ്ട കുറച്ച് പൊറോട്ടറക്കി കയറും. പൊറോട്ടറക്കി കയറും. ആ പൊറോട്ട പോട്ടെ. ഇതിലെ വന്നാൽ മതി ഇങ്ങനെ. സ്ലോ ആവണ്ട സാറേ. ഇറോട്ടെ പൊറോട്ട പോട്ടെ. സിനിമ സപ്പോർട്ട് ചെയ്ത് പൊറോട്ട പോട്ടെ. അങ്ങനെ പോട്ടെ. ആ ഫ്രണ്ട് അവിടെ നിന്ന് അടിച്ചോ. ഇച്ചിരി പോട്ടെ. സ്റ്റോപ്പ്. വിട്ടോ കില്ലേ ഇല്ല. ഇറങ്ങി. എല്ലാവരും ഇവിടെ നിന്ന് പോയി. ഞാനതവിടെ നിർത്തി. അതല്ല ഞാൻ വന്നേനെ. പക്ഷെ ഇവിടെ നിർത്തി എനിക്ക് സ്പീഡ് വരാൻ പറ്റില്ല. വീഡിയോ നിർത്ത് അങ്ങോട്ട് ഞങ്ങൾക്ക് വീഡിയോ. You good, right? Ajul Som, let's go. Nice loop. കാണാനില്ല. Ajul Som, for the win. ഈ ലൂപ്പ് പോയില്ലെങ്കിൽ മോശം നഷ്ടമായിപ്പോ. ഈ ലൂപ്പ് പോയി നഷ്ടമായി പോയെന്നാണ്. അശ്വിനും അവനവിടെ ഒന്ന് വീണു. ഇറക്കത്തല്ല, അവിടെ ആ ഒരു മരം കിടന്നില്ല. വയറ് കൊണ്ടായിരിക്കും. ഇതിലെ കയറി ഇതാരും പറയുന്നേ പറഞ്ഞു. കോപ്പ് പറഞ്ഞു അതിന്റെ ഒരു സാധനം അവന് ഫിറ്റ് ആവുന്നില്ല. എല്ലാം ചെറുതാന്ന് പറയാം. എന്നാ ഞാൻ എടുത്തോ. വലുതാണ്. അതിന് മറിഞ്ഞാടിയപ്പോൾ ഫ്യൂല് ലീക്കായ. അല്ലാതെ പെട്രോൾ സിമിയും കൊണ്ട് കണക്ട് ചെയ്താ. ജാക്കി ഓൾമോസ്റ്റ് നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. പക്ഷേ ഇടയ്ക്ക് വണ്ടി ഓഫ് ആയിപ്പോയി. ക്യാമറ സിമിന്റെ കുറെ നൈസ് സാധനം നോക്കിയിട്ടുണ്ട്. കുറച്ച് കാട്ടി കയറിപ്പൊക്കെ കിട്ടുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയത് അതിൽ കയറി പോണത്. പക്ഷേ ഒരു സെക്കൻഡ് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ വെച്ച് ഞാൻ ഈ വളവില്ലേ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്ക്. ആ സെക്കൻഡ് പോകും. ആ സെക്കൻഡ് എനിക്ക് മണിയിട്ടതാ. ഞാൻ സ്ലോ ആക്കിയിട്ട് നോക്കാറില്ലുണ്ടെങ്കിൽ തന്നെ ഒരു മിറർ മേടിച്ചു വെക്കണം. സ്ലോ ആക്കി മിററൊക്കെ മിറർ വെച്ച് ഇടി. മയിര് ഞാൻ ഊരി വെച്ച്. കാരണം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ലടാ, മറ്റേ സൂപ്പർ മോട്ടോയുടെ പറഞ്ഞുണ്ട് ഇവിടെ വെക്കാൻ. അല്ല എൻ്റെ ആവശ്യമില്ല. റെക്കോർഡ് കിട്ടണമെന്ന് പറയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കണേ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല.
വെയിറ്റ് അത് നോക്ക്. പോലെ കയറ്റി വിടും. അതോടെ ഫ്രണ്ടിൽ പോകണോ? അതിൽ ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നടാ മേടിച്ചില്ലായിരുന്നു കേട്ടോ. അത് ഭയങ്കര സ്വായത് ഈ ഈ പഞ്ചായത്ത് നിങ്ങളിലായിരുന്നല്ലോ. നിങ്ങളുടെ വണ്ടി ഓൾറെഡി ഓണായിരുന്നു. എടാ ഞാൻ ഇവിടെ അങ്ങോട്ട് പോകുന്ന തിരിച്ചു എടുത്ത് വെച്ചതാ. ചുമ്മാ കള്ളനെ വിശ്വസിക്കാൻ കാര്യമില്ല. പിന്നെ സിബിന് അത്ര ഉള്ള സ്പീഡൊന്നും ഇല്ല. ഓ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് പോടെ. ആകെ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. നിന്റെ കാര്യം ഇത് എക്സസൈസ് ആയിട്ട് നോക്കില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. റിയലി എൻജോയ് ചെയ്തിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു, റൈഡ് ചെയ്തു, വിയർത്ത് കുളിച്ച് ഒരു പരുവായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 10-15 മിനിറ്റ് ഓടിച്ചാൽ തന്നെ മതി നമ്മുടെ പരിപ്പളവ്. ഓക്കെ, ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഫസ്റ്റ് റൈഡാണ് ഈ പ്രാവശ്യത്തെ. ഇപ്പം ബൂട്ട്സ് ആണെങ്കിലും എല്ലാം ഒന്ന് പ്രാവശ്യം പുതിയ മേടിച്ചാണ്, ഒന്ന് ബ്രേക്കിനാണുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിരുന്നു. അതുപോലെ തന്നെ OFTRൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കേണ്ടത്, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ എന്തായാലും ഒന്ന് കയറി ജസ്റ്റ് നോക്കുക. അശ്വിൻ ചേട്ടൻ കാര്യമായിട്ട് തന്നെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സൈറ്റ് പുതിയതാണ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടൊരു സൈറ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ സൂൺ.